فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا ذلك جزاؤهم جهنم بما كفروا واتخذوا آياتي ورسلي ഹുസുവാ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും സ്വകാര്യ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ കാര്യമാണ് അവന്റെ ഈമാൻ, അല്ലെങ്കിൽ അവന്റെ ഇസ്ലാം എന്ന് പറയും. ഈ ഈമാൻ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി ഉറപ്പായിട്ടും എനിക്ക് സ്വർഗം ലഭിക്കും എന്ന ആഗ്രഹത്തോടുകൂടി, കാഴ്ചപ്പാടോടുകൂടി ജീവിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ലോകത്ത് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിഷ്ഫലമാകുന്ന, നിരർത്ഥകമാകുന്ന ഒരു സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാന് വിശ്വസ്തനായ ഒരു വ്യക്തിയെ എന്റെ പണം കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു. എന്റെ ബിസിനസിന്റെ ഓരോ ദിവസവും ഉണ്ടാവുന്ന വരുമാനം ഇന്ന ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. കൃത്യമായിട്ട് ആ വ്യക്തി അത് ചെയ്യുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ് അയാളെ ഞാനത് ഏൽപ്പിക്കുന്നത്. അങ്ങനെ 1-2 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരാവശ്യം വന്നപ്പോൾ ഞാനത് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബാങ്കിൽ ചെല്ലുന്ന സന്ദർഭത്തിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത പൈസയൊന്നും അവിടെ കാണുന്നില്ല. അപ്പൊ നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. ഇത് ഈ ദുനിയാവിന്റെ ഒരു കാര്യമാണ്. എന്നാൽ
അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ തുലാസിൽ ഘനം തൂങ്ങാതിരിക്കുക എന്ന് പറയുന്നത് വലിയ നഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ സംബന്ധിച്ച് സൂറത്തുൽ കഹ്ഫ് എല്ലാ വെള്ളിയാഴ്ചയും ഞാനും നിങ്ങളും പാരായണം ചെയ്യുന്ന സൂറത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه حبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. പ്രവാചകരെ പറയുക, നീ അവരെ പറഞ്ഞു കൊടുക്കണം. അറിവില്ലാത്ത ആളുകൾക്ക് നീ പറഞ്ഞു കൊടുക്കണം. എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? കർമ്മങ്ങൾ ഏറ്റവും നഷ്ടകരമായി തീർന്നവരെ സംബന്ധിച്ച് നാം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. കർമ്മങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് സഹോദരങ്ങളെ, പക്ഷെ ഈ കർമ്മങ്ങൾ തീർത്തും നഷ്ടമായ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെയോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. ഐഹിക ജീവിതത്തിലെ തങ്ങളുടെ പ്രയത്നം പിഴച്ചുപോയവരെത്രയവർ. ഒരു വിഭാഗം ആളുകൾ ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട്, ഒരുപാട് അമലുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ നാളെ പരലോകത്തെത്തുന്ന ഘട്ടത്തിൽ ആ അമലുകൾ നിഷ്ഫലമായ ലിസ്റ്റിലാണ് ഇവർ ഉൾക്കൊള്ളുക. എന്നാൽ ഈ അമൽ ചെയ്യുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? തങ്ങൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഓരോ അമലും ചെയ്യുമ്പോൾ പ്രതിഫലം കിട്ടുന്ന, കൂലി കിട്ടുന്ന, അള്ളാന്റെ അടുത്ത് സ്വർഗം കിട്ടുന്ന അമലുസ്വാലിഹാത്തുകളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നവര് വിചാരിക്കുന്നത്. എന്നാൽ ഈ വിഭാഗം ആളുകൾ ആരാണ്? തങ്ങളുടെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിലും അവനെ കണ്ടുമുട്ടുന്നതിലും വിശ്വസിക്കാത്തവരാണ്. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസമല്ല, അള്ളാഹിനെ കണ്ടുമുട്ടുന്നതിൽ വിശ്വാസമില്ല. പക്ഷെ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ എന്നുള്ള പേരിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ വിഭാഗം ആളുകൾ നാളെ നഷ്ടക്കാരിൽപ്പെട്ടവരാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നത്. അതിനാൽ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോയിരിക്കുന്നു. അതാണ് ഖുർആൻ പറയുന്നത്, ഉലൈകല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം. അല്ലാഹുവിന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിച്ചത് കാരണം അവരുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി ഇല്ലാതായിരിക്കുന്നു. വലിഖാഇഹി ഹബിതത് അഅമാലുഹും. അല്ലാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ഒരു വിശ്വാസം, അള്ളാഹിന്റെ തൃപ്തി ലഭിക്കണം എന്നുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലുള്ള വിശ്വാസം, ഇതൊക്കെ നമ്മൾ അമല് ചെയ്യുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആണ്, പ്രധാനമാണ്. അതിനാൽ നാം അവർക്ക് ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ യാതൊരു തൂക്കവും നിലനിർത്തുകയില്ല. ഒരമല് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ തുലാസിൽ തൂക്കി നോക്കുന്ന ഘട്ടത്തിൽ അമലുകൾക്ക് തൂക്കണ്ടാവില്ല. അതത്രേ അവർക്കുള്ള പ്രതിഫലം. അവിശ്വസിക്കുകയും എന്റെ ദൃഷ്ടാന്തങ്ങളെയും ദൂതന്മാരെയും പരിഹസിക്കുകയും ചെയ്യുന്നതിനുള്ള ശിക്ഷയാണ് നരകം. അപ്പോ ഈമാൻ നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ കർമ്മങ്ങൾ നിഷ്ഫലമാകുന്ന, ഇസ്ലാമിനെ തകർത്ത് കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സഹോദരങ്ങളെ? വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു, അൽ അവ്വലു അശ്ശിർകു ഫി ഇബാദത്തില്ലാഹ്. നമ്മുടെ അമലുകളെ തകർത്ത് കളയുന്ന, നമ്മുടെ ഈമാനിനെ നശിപ്പിച്ചു കളയുന്ന, നമ്മുടെ ഇസ്ലാമിനെ ഇല്ലാതാക്കുന്ന ഒന്നാമത്തെ കർമ്മം അശ്ശിർകു ഫി ഇബാദത്തില്ലാഹ്, അല്ലാഹുവിനെ ഇബാദത്ത് എടുക്കുന്നതിൽ. ബഹുദൈവാരാധന കടന്നു വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാതകം. ഞാൻ വിശ്വാസിയാണ്, ഞാൻ മുസ്ലിമാണ്, ഈമാനുള്ള ആളാണ്, ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ല. എന്റെ വിശ്വാസത്തിൽ മാലിന്യം കലരാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. വിശുദ്ധ ഖുർആൻ പറയാണ്, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന് പങ്കു ചേർക്കുന്നത് ഒരിക്കലും പുറത്തും വയഗ്ഫിറു മാ ദൂന ദാലിക, അല്ലാത്ത പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തന്നേക്കാം ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഉറപ്പുവരുത്തണം, എന്റെ ജീവിതത്തിൽ, സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും അള്ളാഹുവിന് പങ്കുകാരെ സ്വീകരിക്കുന്ന ഒരു കർമ്മവും വരുന്നില്ല എന്ന് ഞാൻ ഉറപ്പുവരുത്തണം. മൻ യുശ്രിക് ബില്ലാഹ്, മറ്റൊരായത്തിൽ അല്ലാഹു പറയണം മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹു നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് തുല്യനായിട്ട് മറ്റൊരു വ്യക്തിയുണ്ട്, മറ്റൊരു സൃഷ്ടാവുണ്ട്, അള്ളാഹുവിന് പങ്കുകാരനുണ്ട്, അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി, അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സൃഷ്ടിയുടെ ആവശ്യമുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ അസ്തിത്വത്തിൽ, അള്ളാഹുവിന്റെ അസ്ലിൽ മായം ചേർക്കണം. അള്ളാഹു ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമദ്. വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ സുലുസുൽ ഖുർആൻ എന്ന പേരിൽ പറഞ്ഞു തന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. ആ ചെറിയ സൂറത്തിൽ അള്ളാഹു ആരാണ് എന്ന് കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് മൻ യുശ്രിക് ബില്ലാഹ്, സഹോദരങ്ങളെ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുകാരെ വെക്കുകയാണെങ്കിൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം ഹറാമായി. ഇനി എത്ര വലിയ ആളാണെങ്കിലും അള്ളാഹ്ക്ക് പങ്കുകാരെ സ്വീകരിക്കാൻ പാടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിന് വഖാറത്ത് നൽകിക്കൊണ്ടാണ്, അള്ളാഹ്ക്ക് ഗൗരവം നമ്മൾ കൊടുക്കണം. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, എന്താണ് കൂട്ടരെ നിങ്ങൾ അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു ഗൗരവം, വഖാറത്ത് നൽകാത്തത് എന്ന് ഖുർആൻ ചോദിക്കുന്നു. വമാ ലിൽസാലിമീന മിൻ അൻസാർ, അക്രമികളായ ആളുകൾക്ക് സഹായികളായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അക്രമം. ഇന്ന ശിർക ലളുൽമുൻ അളീം, ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ശിർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഖബറിനും ജിന്നിനും അറവ് നടത്തുന്നവരെ പോലെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറവ് നടത്തുന്ന ആളുകളുണ്ട്. ബദരീങ്ങൾക്ക് വേണ്ടി, ശുഹദാക്കൾക്ക് വേണ്ടി, ഇന്ന തങ്ങൾക്ക് വേണ്ടി, ഇന്ന ജാറത്തിന് വേണ്ടി. ഇതൊക്കെ പുരോഹിതന്മാര് മനുഷ്യനെ ചെയ്യിപ്പിക്കുകയാണ്. പിശാച് പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നത്. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാൻ വേണ്ടി മാത്രമേ നമ്മൾ ബലി നടത്താൻ, അറവ് നടത്താൻ പാടുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അധ്യാപനമാണ് ഞാൻ മിമ്പറിൽ വെച്ച് പറയുന്നത്. ബദരീങ്ങൾക്ക് വേണ്ടിയിട്ട് അറവ് നടത്തുമ്പോ അള്ളാഹിന്റെ തൃപ്തിയല്ല കിട്ടുന്നത്, അള്ളാഹുവിന്റെ ശിക്ഷയാണ് കിട്ടാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ വിഷയം എന്താണ്? അള്ളാഹുവിനും തനിക്കുമിടയിൽ മധ്യവർത്തികളെ നിശ്ചയിക്കുക. അള്ളാഹുവിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റൂല, അള്ളാഹ് എന്നെ പരിഗണിക്കില്ല എന്നുള്ള ഒരു വിശ്വാസം വിശ്വാസിക്കുണ്ടാവാൻ പാടില്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, വിശുദ്ധ ഖുർആന്റെ അധ്യാപനം. പ്രവാചകരെ, അങ്ങയോട് എന്നെക്കുറിച്ച് ഒരു ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഫഇന്നി ഖരീബ്, ഞാൻ അവർക്ക് സമീപസ്ഥനാണ്, അടുത്തവനാണ്. ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി, ചോദിക്കുന്ന ആള്, വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആള് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അയാൾക്ക് ഉത്തരം നൽകും. അപ്പോ എനിക്ക് സമീപസ്ഥനായ, എന്റെ കണ്ടനാടിയേക്കാൾ എനിക്ക് സമീപസ്ഥനായ അള്ളാഹുവോട് മാത്രമേ അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. മൻ ജഅല ബൈനഹു വബൈനല്ലാഹി വസാഇതൻ യദ്ഊഹും വയസ്അലുഹും വയതവക്കലു അലൈഹിം ഫഖദ് കഫറ ഇജ്മാഅ. അള്ളാഹുവിലും തനിക്കുമിടയിൽ മധ്യവർത്തികളെ നിശ്ചയിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും ശുപാർശ ചോദിക്കുകയും അവരുടെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുന്നവർ കാഫിറായി മാറിയിരിക്കുന്നു എന്നത് ഐക്യകണ്ഠേനയുള്ള അഭിപ്രായമാണ്. പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേനുള്ള അഭിപ്രായമാണ് അള്ളാഹുവിന് ഇടയാളന്മാരെ സ്വീകരിക്കുക എന്നുള്ളത് കുഫ്റാണ്. അപ്പൊ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പണിയാണ് ഈ പണി. അത് നമ്മളെ ഈമാനിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം, മുശ്രിക്കായിട്ടുള്ള ഒരു വ്യക്തി ബഹുദൈവ വിശ്വാസിയാണ്, അള്ളാഹു അല്ലാത്തവരെ അവൻ ആരാധിക്കുന്നുണ്ട്, അവരോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരോട് സഹായം ചോദിക്കുന്നുണ്ട്, പ്രകടമായി നമുക്ക് കൃത്യമായി മനസ്സിലാവുന്ന കാര്യമാണ്. മല്ലം യുകഫിറുൽ മുശ്രിക്കീന ഔ ശഖ്ഖു ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബുഹും കഫറ.
മുശ്രിക്കുകളെ കാഫിർ ആക്കാത്തവൻ. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ഒരാൾ കാഫിറാണ്. കഫറ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മറച്ചുവെക്കുന്നവൻ, സത്യത്തെ നിഷേധിക്കുന്നവൻ. അതാണ് ആ വാക്കിന്റെ അർത്ഥം. മണ്ണിൽ വിത്ത് മറച്ചുവെക്കുന്ന കർഷകനും കാഫിർ എന്ന് പേരുണ്ട്. അപ്പൊ സത്യത്തെ മറച്ചുവെക്കുന്നവന്റെ പേരാണ് കാഫിർ. അതുകൊണ്ട് മുശ്രിക്കുകളെ കാഫിർ ആക്കാത്തവൻ, അല്ലെങ്കിൽ അവരുടെ കുഫ്രിൽ സംശയിക്കുന്നവൻ. ഹേയ്, ഓരൊക്കെ സ്വർഗത്തിലേക്കുള്ളവരാണ് എന്നുള്ള വിശ്വാസം, അവരുടെ കുഫ്റിനെ സംബന്ധിച്ച് സംശയം വിശ്വാസിക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ വീക്ഷണം കറക്റ്റാണ്, ശരിയാണ് എന്ന് പറയുന്നവനും കുഫ്റിൽപ്പെട്ടു എന്നാ പറഞ്ഞത്. ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. ഒന്ന്, മുശ്രിക്കായ ഒരു വ്യക്തി, സത്യത്തെ നിഷേധിക്കുന്ന, സത്യത്തെ മറച്ചുവെക്കുന്ന ഒരു വ്യക്തി, അയാൾ കാഫിറല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവരുടെ കുഫ്റിൽ സംശയിക്കുക, അല്ലെങ്കിൽ അവരുടെ വീക്ഷണം ശരിയാണ് എന്ന് വിശ്വസിക്കുക. ഇത് മൂന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന വ്യക്തി കാഫിറാകാൻ അത് മതിയെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നാലാമത്തെ കാര്യം, നബിയുടേതല്ലാത്ത മാർഗമാണ് നബിയുടെ മാർഗത്തെക്കാൾ പൂർണ്ണമെന്നുമല്ല ഒരു വിശ്വസിക്കുകയാണെങ്കിൽ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കലിമത്ത് തൗഹീദിന്റെ രണ്ട് ഭാഗങ്ങളാണത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ള പ്രഖ്യാപനമാണ് ആദ്യം നമ്മൾ പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ പ്രഖ്യാപനം വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് വെറുതെ ബടായി പറഞ്ഞിട്ട് കാര്യമല്ല. ആ വിശ്വാസം, ഈമാൻ, അദ്ദേഹത്തിന്റെ ചര്യ ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളത്, അനുധാവനം ചെയ്യുക, അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും ബാധ്യതയാണ്. അതുകൊണ്ട് നബിയുടേതല്ലാത്ത മാർഗമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനേക്കാൾ, മാർഗത്തെക്കാൾ പൂർണ്ണമെന്ന് വല്ലവനും വിശ്വസിക്കുന്ന പക്ഷം, അല്ലെങ്കിൽ നബിയുടേതല്ലാത്ത വിധിക്കുന്ന നബിയുടെ വിധിയേക്കാൾ നല്ലത് മറ്റുള്ളവരുടെ വിധിയാണെന്ന് ആരെങ്കിലും വിശ്വസിക്കുകയാണെങ്കിൽ അയാളും ആ കുഫറിലേക്ക് നീങ്ങി. ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹും റസൂലും നിങ്ങളോടൊരു കാര്യം ഉണർത്തിക്കഴിഞ്ഞാൽ ഒരു ഹറജും കൂടാതെ, ഒരു സംശയവും കൂടാതെ, ഒരു വിമിഷ്ടവും കൂടാതെ അതിനെ സ്വീകരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അത് സംശയിക്കാൻ പാടില്ല. അല്ലാഹു അവന്റെ റസൂലും നിങ്ങൾക്കൊരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ ഇഷ്ടത്തോടുകൂടി, താല്പര്യത്തോടുകൂടി, തൃപ്തിയോടുകൂടി അതിനെ നമ്മൾ സ്വീകരിക്കണം. സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ കോലം മാറും. അഞ്ചാമത്തെ വിഷയം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വല്ലതിനെയും ആരെങ്കിലും വെറുക്കുകയാണെങ്കിൽ, മൻ അബ്ഗള ശൈഅൻ മിമ്മാ ജാഅ ബിഹി റസൂൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന കാര്യത്തെ ആരെങ്കിലും വെറുക്കുകയാണെങ്കിൽ, എന്നിട്ട് അതനുസരിച്ച് അവൻ അമൽ ചെയ്താൽ പോലും അവൻ അവിശ്വാസിയായി. ഇപ്പൊ കല്യാണത്തിന്റെ വിഷയം ആലോചിച്ചു നോക്കുക. ഒരുപാട് വേണ്ടാത്ത ആചാരങ്ങളും സംസ്കാരങ്ങളും ഇസ്ലാമിന്റെ പേരിൽ ഇങ്ങനെ ഓരോ ദിവസവും കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ വിവാഹത്തിലേക്ക് കുന്നുകൂടുകയാണ്. എന്നിട്ട് ഇയാൾ പറയാണ് ഐ ആം എ മുസ്ലിം, ഞാനൊരു മുസ്ലിമാണ്. എങ്ങനെ മുസ്ലിമാവുക? മുസ്ലിമാവുക എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് പറഞ്ഞു പറഞ്ഞില്ല എന്നുള്ളതല്ല വിഷയം. എന്റെ പ്രവാചകൻ, എന്റെ സൃഷ്ടാവായ അള്ളാഹ് എന്ത് പറഞ്ഞു, എന്ത് കൽപ്പിച്ചു, എന്ത് നിരോധിച്ചു, അതനുസരിച്ച് മാക്സിമം, പരമാവധി ഞാൻ തഖ്വയോടുകൂടി ജീവിക്കാൻ വേണ്ടി സന്നദ്ധമായെങ്കിൽ മാത്രമേ സ്വർഗം കിട്ടുള്ളൂ സഹോദരന്മാരെ. അല്ലെങ്കിൽ ഈ പണിക്ക് നമ്മൾ നിൽക്കേണ്ടതില്ല. വിശ്വാസികളുടെ അടുത്തെത്തുമ്പോൾ ഞങ്ങളെ കൂടെയാണ്, അവിശ്വാസികളുടെ കൂടെ എത്തുമ്പോൾ ഞങ്ങളെ കൂടെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചാരുന്ന ഒരു പരിപാടി ഇസ്ലാമിലില്ല. നമ്മൾ വളരെ ഗൗരവത്തിൽ കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മൻ ഇസ്തഹദ ശൈഅൻ മിൻ ദീനി റസൂൽ ഔ സവാബിഹി ഔ ഇഖാബിഹി കഫർ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിലെ വല്ലതിനെയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനുൽ ഇസ്ലാമിൽ വല്ലതിനെയും ആരെങ്കിലും പരിഹസിച്ചാൽ, അല്ലെങ്കിൽ മതത്തിൽ പറയുന്ന പ്രതിഫലം, ശിക്ഷ എന്നിവയെ പരിഹസിച്ചാൽ അവൻ അവിശ്വാസിയായി. ഇസ്ലാമിന്റെ ഷിആറിൽപ്പെട്ട കാര്യമാണ് താടി വെക്കുക എന്നുള്ളത്. ചില ആളുകൾക്ക് അതൊരു അലർജിയാണ്.
താടി കാണുമ്പോഴേക്ക് ഇവർക്ക് ഹയൽ അളക്കാണ്. ആ ഹയൽ അളക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു മനസ്സിലാക്കില്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അനുയായികളായ സഹാബയെ കിറാം ചെയ്ത പ്രബലമായ ഒരു സുന്നത്ത്, അത് കൽപ്പനയാണ്. അതനുസരിച്ച് ഇയാൾ ജീവിച്ചിട്ടില്ല എങ്കിൽ പോലും അതിനെ കളിയാക്കുക എന്നുള്ളത് അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിനെ കളിയാക്കുന്നതിന്, പരിഹസിക്കുന്നതിന് തുല്യമാണ്. ഒരു വലിയ പരിഷ്കാരികളാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ. അവരേറ്റവും വലിയ വെല്ലുവിളിയാണ് ഇസ്ലാമിന് നൽകുന്നതെന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഖുൽ അബില്ലാഹി വആയാതിഹി വറസൂലിഹി കുൻതും തസ്തഹ്സിഊന ലാ തഅ്തസിറു ഖദ് കഫർതും ബഅദ ഈമാനികും. സൂറത്തു തൗബ 65-ാമത്തെ ആയത്ത് പറയാണ്. ആയത്തിന്റെ വിശദീകരണം എടുത്ത് വായിക്കൂ. പറയുക, അള്ളാഹുവെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ ചോദ്യം? പറയുക, അള്ളാഹുവിനെയും അവന്റെ ദൃഷ്ടാന്തങ്ങളെയും അവന്റെ ദൂതനെയുമാണോ നിങ്ങൾ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഒഴിവുകയുകളൊന്നും പറയേണ്ടതില്ല. വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ അവിശ്വസിച്ചു കഴിഞ്ഞിരിക്കുന്നു. അള്ളാഹി റസൂലിനെ കളിയാക്കാന്ന് പറഞ്ഞാൽ ഈമാൻ കൊണ്ടതിന് ശേഷം ഈമാൻ നഷ്ടപ്പെട്ടതിന് തുല്യമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, കാര്യങ്ങൾ ഗൗരവമുള്ളതാണ്. ഏഴാമത്തെ കാര്യം, മാരണം ചെയ്യുക. സിഹ്ർ വളരെ ഗൗരവമായ വിഷയമാണ്, വൻപാപാണ്. അതിൽപ്പെട്ടതാണ് ബന്ധങ്ങൾ അകറ്റുന്നതും അടുപ്പിക്കുന്നതുമായി സിഹ്റുകൾ. ആരെങ്കിലും അത് ചെയ്യുകയോ ചെയ്യുന്നത് തൃപ്തിപ്പെടുകയോ ചെയ്താൽ അയാളും അവിശ്വാസിയായി. സിഹ്റിന് ഹഖീഖത്തുണ്ട്. അത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അള്ളാഹ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സിഹ്ർ ഫലിച്ചേക്കാം. എന്നാൽ ലോകത്ത് നടക്കുന്ന മുഴുവൻ സിഹറാണ് എന്ന അതിനർത്ഥമല്ല. എന്നാൽ ബന്ധങ്ങൾ അകറ്റാൻ വേണ്ടി, അടുപ്പിക്കാൻ വേണ്ടി ഒരാൾ സിഹർ ചെയ്യുമ്പോ അതിന് സപ്പോർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, അത് വൻ പാപമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ അത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കെതിരെ മുശ്രിക്കുകളെ സഹായിക്കുകയും അവരോട് സഹകരിക്കുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നവർ അവിശ്വാസികളായി മാറും. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ 51-ാമത്തെ വചനം, വഅൻസൽനാ ഇലൈക്കൽ കിതാബ് ബിൽഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി ഫഹ്കും ബൈനഹും ബിമാ അൻസലല്ലാഹ് വലാ തത്തബി അഹ്വാഅഹും അമ്മാ ജാഅക മിനൽ ഹഖ് ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. വിശുദ്ധ ഖുർആൻ സൂറത്ത് മാഇദ 51-ാമത്തെ വചനത്തിൽ കൂടി പഠിപ്പിക്കുകയാണ്, നബിയെ, നിനക്ക് നാം യഥാർത്ഥ പ്രകാരം വേദഗ്രന്ഥം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. യഥാർത്ഥത്തിലുള്ള വേദഗ്രന്ഥം പ്രവാചകരെ താങ്കൾക്ക് ഞാനിതാ അവതരിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ മുമ്പിലുള്ള വേദഗ്രന്ഥത്തെ ശരിവെച്ച് സത്യപ്പെടുത്തുന്നതായിക്കൊണ്ടും അതിൽ മേൽനോട്ടം ചെയ്യുന്നതായിക്കൊണ്ടും. അതുകൊണ്ട് അള്ളാഹു അവതരിപ്പിച്ചത് പ്രകാരം അവർക്കിടയിൽ നീ വിധിച്ചുകൊള്ളണം. അല്ലാഹ് അവതരിപ്പിച്ച ഖുർആനിന്റെ, വേദഗ്രന്ഥത്തിന്റെ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നീ വിധി പ്രഖ്യാപിക്കണം. നിനക്ക് വന്നിട്ടുള്ള യഥാർത്ഥത്തെ വിട്ട് അവരുടെ ഇച്ഛകളെ നീ പിൻപറ്റുകയും ചെയ്യരുത്. മുശ്രിക്കുകളുടെ, അവിശ്വാസികളുടെ ഇച്ഛകളെ നീ പിൻപറ്റാൻ പാടില്ല. നിങ്ങളിൽ എല്ലാവർക്കും തന്നെ ഓരോ നിയമ നടപടിക്രമവും ഓരോ തുറന്ന കർമ്മമാർഗവും നാം ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ഇപ്പൊ ഞാൻ സൂചിപ്പിച്ച വിഷയം, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന 8ഓളം കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഹദീസിന്റെയും ഖുർആനിന്റെയും അടിസ്ഥാനത്തിൽ പറഞ്ഞു വെച്ചത്. സഹോദരങ്ങളെ, അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. മനുഷ്യനെ അല്ലാഹ് സൃഷ്ടിച്ചത് തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ്. ഈമാൻ യസീദു വയൻഖുസ്, ഈമാന് കൂടും ചെയ്യും കുറയും ചെയ്യും. തെറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ മനുഷ്യന് ഒട്ടനവധി ഉണ്ട്. തെറ്റ് ചെയ്യുന്ന പ്രകൃതത്തിലാണ് എന്നാണ്
അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു, കുല്ലു ബനി ആദം ഖത്താഊൻ വഖൈറുൽ ഖത്താഈന തവ്വാബ്. അപ്പൊ ഒരാൾ തെറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ ആ സഹോദരനോട് ഗുണകാംക്ഷ വേണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വന്ന് ഒരാൾ മൂത്രമൊഴിക്കുകയാണ് അല്ലേ? അയാൾക്ക് അറിവില്ലാതെ അദ്ദേഹം വന്ന് മൂത്രമൊഴിക്കുകയാണ്. അപ്പൊ പ്രവാചകൻ അദ്ദേഹത്തെ തടയാൻ വേണ്ടിയിട്ട് സഹാബാക്കൾ എണീറ്റപ്പോ അദ്ദേഹം മൂത്രമൊഴിക്കട്ടെ എന്ന് ആദ്യം പറഞ്ഞു. എന്നിട്ട് ഉപദേശം ഗുണകാംക്ഷയോടുകൂടി അയാൾ തിരുത്തുക ചെയ്തു. നമ്മളുടെ നടപടി എങ്ങനെയായിരിക്കും? ഒരാൾ തെറ്റെന്തെങ്കിലും ഒന്ന് ചെയ്താൽ പിന്നെ അയാളെ കാലാകാലം തെറ്റുകാരനാക്കാനുള്ള ഒരു പ്രവണത നമ്മിൽ പലർക്കുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. അവസാനം നോക്കിയാണ് അള്ള മാറ്റില്ല. ജാഹിലിയ പീരീഡ് എല്ലാവരുടെയും ജീവിതത്തിൽ വന്ന് ഭവിച്ചേക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജാഹിലിയ കാലഘട്ടം നമുക്കറിയുന്നതാണ്. അദ്ദേഹം സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സഹാബിയാണ്. അപ്പൊ മനുഷ്യ സഹജമായ തെറ്റുകൾ നമ്മുടെ സുഹൃത്തുക്കളിലുണ്ടാവും, അയൽവാസിയിലുണ്ടാവും, കുടുംബക്കാരിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? ഗുണകാംക്ഷയോടുകൂടി ആ തെറ്റിൽ നിന്ന് അയാളെ തടയുക, തെറ്റിനെ വെറുക്കുക, തെറ്റ് ചെയ്യുന്ന വ്യക്തിയെ സ്നേഹിക്കാനും അയാളെ തിരുത്താനുമുള്ള ഒരു വിശാല ഹൃദയമാണ് സഹോദരങ്ങളെ നമുക്കുണ്ടാവേണ്ടത്. അപ്പോഴേ മാറ്റം ഉണ്ടാവുള്ളൂ. അതുപോലെ സൂചിപ്പിക്കാനുള്ളത്, നമ്മുടെ സഹോദരങ്ങൾ ഒരു വലിയ ദുരന്തത്തിൽപ്പെട്ടു എന്ന് നമുക്കറിയാം. ഒട്ടനവധി സഹായങ്ങൾ അവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി നമുക്കുണ്ടോ എന്നുള്ളത് പ്രധാനം. ഇപ്പൊ ഫലസ്തീനിൽ നമ്മുടെ സഹോദരങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ട ഘട്ടങ്ങൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പൊ അവിടെ പോയിട്ട് കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് പറ്റില്ല എങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മുടെ തൊട്ട അയൽ ജില്ലയായ വയനാട് സംഭവിച്ചിരിക്കുന്ന ഈ ദുരന്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. സാമ്പത്തികമായ ഭദ്രതയുള്ള ആളുകൾക്ക് പണം കൊണ്ട് സഹായിക്കാനാണ് പറ്റുന്നതെങ്കിൽ പണം കൊണ്ട് സഹായിക്കണം. ശരീരം കൊണ്ടെങ്കിൽ ശരീരം കൊണ്ട് സഹായിക്കണം. ഒരു മെസ്സേജ് അയക്കാനാണ് അതുകൊണ്ട് ചെയ്യണം. അപ്പൊ ഏത് രൂപത്തിലാണോ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കാൻ പറ്റുക എന്ന് നമ്മൾ ചിന്തിക്കുക. എന്നിട്ട് സന്ദർഭോചിതമായി നമ്മൾ ഇടപെടുകയും അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഭാഗവാക്കാവണം. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. നമ്മൾ എന്ത് ചെയ്തു എന്ന് അള്ളാഹ് നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസീബത്തുകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും നമ്മുടെ ഉമ്മത്തിനെ രക്ഷപ്പെടുത്തുകയും ഈമാനോടും ഇഖ്ലാസോടും കൂടി ജീവിക്കാനും സ്വർഗത്തിൽ പ്രവേശിക്കാനുമുള്ള മഹാഭാഗ്യം നമുക്കെല്ലാവർക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹജാത്ത് തവഫനാ മുസ്ലിമൻ വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ. اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آله وأصحابه أجمعين.